PV അൻവർ MLAക്ക് CPMന്റെ താക്കീത്. പതിവ് പോലെ അതികഠിനമായ താക്കീതൊന്നുമല്ല. വേണമെങ്കിൽ അഭ്യർത്ഥന എന്നും പറയാം. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയും അൻവറിനെ തള്ളിപ്പറഞ്ഞിരുന്നു. അതും പതിവ് ശൈലിയിൽ പരനാറി, നികൃഷ്ടജീവി, കുലംകുത്തി തുടങ്ങിയ കഠിന പദങ്ങളൊന്നുമില്ല. ഒന്ന് പേടിപ്പിച്ചു വിട്ടു. നന്നാവുന്നെങ്കിൽ നന്നായിക്കോട്ടെ എന്ന മട്ടിൽ. ഒരു കാര്യം ഉറപ്പാണ്, അൻവറിനെ ആരൊക്കെയോ ഭയപ്പെടുന്നുണ്ട്. നിലമ്പൂർ MLAയുടെ കയ്യിൽ ഇനിയും മാരക ബോംബുകൾ സ്റ്റോക്കുണ്ട്. അതൊക്കെ എടുത്ത് പ്രയോഗിക്കുമെന്ന ഭയം ആർക്കൊക്കെയോ ഉണ്ട്. സംഗതി എന്തായാലും ഭീകരജീവിയിൽ നിന്ന് അൻവർ അഴിമതിക്കെതിരെ പോരാടുന്ന കേരള അണ്ണഹസാരയായി മാറിയിട്ടുണ്ട്. MN വിജയനെ CPMകാർ മറന്നിട്ടുണ്ടാവില്ല. പാർട്ടിയിലൊരു ശുദ്ധികലശം നടത്താൻ ശ്രമിച്ചതാണ് പാവം. പിണറായി വിജയൻ്റെ ഗുരു കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ പുറത്താക്കുമ്പോൾ CPM പറഞ്ഞത് നല്ല മരമാണെങ്കിലും മുകളിലേക്ക് ചാഞ്ഞാൽ വെട്ടിമാറ്റുമെന്നാണ്. വിജയമാഷ് മരിച്ചപ്പോൾ CPMകാരും തിരിഞ്ഞു നോക്കിയതേയില്ല. മരിച്ചപ്പോഴും CPM വിജയൻ മാഷിന് മാപ്പ് കൊടുത്തില്ല എന്നർത്ഥം. ആ പാർട്ടിയും പാർട്ടിയെ നയിക്കുന്ന ക്യാപ്റ്റൻ പിണറായി വിജയനുമാണ് പാർട്ടിയെയും സർക്കാരിനെയും പ്രതിക്കൂട്ടിലാക്കിയ ആരോപണങ്ങൾ തുടർച്ചയായി ഉയർത്തിയ PV അൻവറിനെ ചുള്ളിക്കമ്പിട്ടൊന്ന് കൊട്ടിവിട്ടത്. പേരിനൊരു ശിക്ഷ. വിജയമാഷിനെ ഇപ്പോൾ ഓർക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. CPMനെ കുറിച്ച് അദ്ദേഹം ഒരിക്കലൊരു പ്രവചനം നടത്തി. അത് ഏതാണ്ട് ഇങ്ങനെയാണ്: പാർട്ടി ഉണ്ടാകും, പക്ഷേ ജനങ്ങൾ കൂടെ ഉണ്ടാവില്ല. വിജയമാഷ് CPMനെ നന്നായി മനസ്സിലാക്കിയിട്ടുള്ള ആളാണ്. ഇപ്പോൾ ഏതാണ്ട് ആ പ്രവചനം സത്യമായി വരുന്നുണ്ട്. PV അൻവർ നീതി പാലിക്കുക എന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ തിട്ടൂരം മുതിർന്ന CPM നേതാവ് P ജയരാജൻ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. പാർട്ടി പ്രവർത്തകർ ഇപ്പോഴും അനുകൂലിക്കുന്ന, ആദരവോടെ സഹാവെന്ന് വിളിക്കുന്ന നേതാവാണ് P ജയരാജൻ. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വരുന്ന കമൻറ്റുകൾ ചിന്തിപ്പിക്കുന്നതാണ്. അത് വായിക്കുമ്പോൾ വിജയൻ മാഷിൻ്റെ വാക്കുകൾ വീണ്ടും വീണ്ടും ഓർമ്മ വരും. ഒന്ന് രണ്ട് കമൻറ്റുകൾ വായിക്കാം. പാർട്ടിയെ തകർക്കാൻ ശ്രമിക്കുന്ന ബൂർഷ്വാസികളൊന്നുമല്ല കേട്ടോ. ചെങ്കൊടിയും ചെഗുവേരയുമൊക്കെ പ്രൊഫൈൽ പിക്ചറാക്കി ഇട്ടിട്ടുള്ള അസൽ സഹാക്കൾ തന്നെയാണ് കമൻ്റ് ഇട്ടിരിക്കുന്നത്. അതിലൊരു കമൻ്റ് ഇങ്ങനെ: PV അൻവർ സാധാരണ സഹാക്കൾ പറയാൻ ആഗ്രഹിച്ച കാര്യമാണ് ഉന്നയിച്ചത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ അൻവറിനൊപ്പം. മറ്റൊരു കമൻറ്റ്: പ്രിയ സഹാവേ, അൻവറിനെ പോലുള്ളവർ ശരിയോ തെറ്റോ ആർക്കും ഇതുവരെ ബോധ്യമായിട്ടില്ല. പ്രധാന ചോദ്യം തെറ്റാണെങ്കിൽ ഇത്തരക്കാർ എങ്ങനെ പാർട്ടിയിൽ കടന്നുകൂടി? പണ്ട് ഏവർക്കും സ്വീകാര്യരായ പൊതു സ്വതന്ത്രരുണ്ടായിരുന്നു. ഇന്നേ വരെ കേട്ടുകേഴ്വിയില്ലാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. MLA ഫോൺ ചോർത്തുന്നു, പത്രസമ്മേളനം നടത്തി പരിഹസിക്കുന്നു, യാതൊരു സ്ക്രീനിങ്ങും ഇല്ലാതെ എല്ലാവരെയും എടുത്ത് തലയിൽ വയ്ക്കുന്നു. ആകെ അടവ് നയങ്ങളാണ്. മറ്റൊരു കമൻറ്റ് ഇങ്ങനെയാണ്, കുറച്ചുകൂടെ ഗൗരവമുള്ള കമൻറ്റാണ്: തെറ്റിനെ തെറ്റായും ശരിയെ ശരിയായും കാണുന്നവരായിരിക്കണം സഹാക്കൾ. മുഖ്യമന്ത്രി ഒരു പത്രസമ്മേളനം നടത്തി അൻവർ ഉന്നയിച്ച കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എല്ലാം ശരിയാണെന്ന് കരുതേണ്ടതില്ല. അജിത് കുമാറിനെ മാറ്റി നിർത്തി P ശശിയെ മാറ്റി നിർത്തി അന്വേഷിക്കട്ടെ. വ്യക്തിയല്ല പാർട്ടിയാണ് വലുത് എന്ന് സഹാക്കൾ മനസ്സിലാക്കുക. തെറ്റ് കണ്ടാൽ അത് വിളിച്ചു പറയുക തന്നെ വേണം. എവിടെയോ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നു. P ശശി പാർട്ടി നടപടികൾ നേരിട്ട് പുറത്തുപോയ ആളല്ലേ? പിന്നെ എങ്ങനെ പെട്ടെന്ന് വലിയ സ്ഥാനത്തെത്തി? പൂരം റിപ്പോർട്ട് എങ്ങനെ താമസിച്ചു? പാർട്ടിയെ അടുത്ത തെരഞ്ഞെടുപ്പോടെ ഇല്ലാതാക്കാൻ ഉള്ളിൽ കളി നടക്കുന്നു എന്ന് സംശയം. പ്രസ്ഥാനത്തിന് വേണ്ടി അടികൊണ്ടും തൊണ്ട പൊട്ടി മുദ്രാവാക്യം വിളിച്ചും ഒന്നുമാകാത്ത പാവങ്ങളുണ്ടെന്നുള്ള കാര്യം നേതാക്കൾ മറക്കരുത്. പുഴുക്കുത്തുകളെ വച്ച് പറപ്പിക്കില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിക്ക് എന്താണ് മനംമാറ്റം? ഇനിയെല്ലാം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറയട്ടെ എന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി പത്രസമ്മേളനം നിർത്തിയത്. അത് കഴിഞ്ഞ് 10 മണിക്കൂർ കഴിഞ്ഞിട്ടും ഗോവിന്ദൻ മാഷ് മിണ്ടിയതേയില്ല. മുഖ്യമന്ത്രി ആരെയൊക്കെയോ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു. അണികളിൽ പോലും വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന ഇടപെടൽ. ഇപ്പോഴാണ് കോടിയേരിയുടെ വില അറിയുന്നത്. ഇങ്ങനെ പോകുന്നു കമൻറ്റുകൾ. ഗോവിന്ദൻ സഹാവേ, വിഘടനവാദികളും പ്രതിക്രിയാവാദികളും തമ്മിലുള്ള അന്തർധാര അല്പം സജീവമാണെന്ന് തോന്നുന്നു.